ഞാനിപ്പം തിരുവനന്തപുരം ഭാഗത്താണ് നിൽക്കുന്നത്. തിരുവനന്തപുരം ഭാഗത്ത് ഒരു ഡെറ്റിൻ്റെ വർക്കൗട്ടാണ് വന്നത്. അതായത് എക്സ്പാൻ്റെ ഒരു ഡെറ്റിൻ്റെ വർക്കൗട്ടാണ് വന്നത്. ഒരു കമ്പനിയിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഓരോ മരുന്നുകളും അതുപോലെ തന്നെ ഓരോ മെഡിസിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലാണ് നിൽക്കുന്നത്. കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് എക്സ്പാൻ്റെ പോയിൻറ്റുകളൊക്കെ കാണിക്കുന്നത്. ഇത് മൊത്തം ഓയിൽ വരുന്നതാണ്. അതായത് അകത്ത് മൊത്തം ഓയിലാണ്. അതാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. കൈ മൊത്തം ഓയിൽ പറ്റുന്ന പരിപാടിയാണ്. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അകത്ത് കുക്കിംഗ്, അതായത് മരുന്നുകളൊക്കെ ഉണ്ടാക്കുമ്പം അതിന് വരുന്ന ആ ഒരു പുകയും കാര്യങ്ങളെല്ലാം അടിച്ച് കളയുന്നതാണ് ഈ എക്സസ്റ്റ് ഫാൻ. എക്സസ് ഫാനിനകത്ത് വരുന്ന പ്രൊപ്പലറും അതുപോലെ തന്നെ അതിൻ്റെ മോട്ടറും സർവ്വ സാധനങ്ങളും മുകളിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ ജോയിൻറ്റുകളൊക്കെയാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ജോയിൻറ്റ് പഴയതല്ല, ഇളക്കി താഴെ കൊണ്ടുവച്ചിട്ട് വേണം പുതിയത് കൊണ്ടുവരണം. എന്നിട്ടാണ് പുതിയത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടുത്തെ കമ്പനി തന്നെ ക്യാൻറ്റീനുണ്ട്. അങ്ങനെ ക്യാൻറ്റീനിൽ ഇറങ്ങി വന്ന് കാപ്പി കുടിക്കാൻ വേണ്ടി ഇറങ്ങി വന്നതാണ്. ഇവിടെ ദോശയും ഈ കമ്പനിയുടെ വകയാണ് ക്യാൻറ്റീൻ. ഇവിടെ വരുന്നവർ എല്ലാവർക്കും ഫുഡ് ഫ്രീ ആണ്. എന്താണെന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് വർക്കിന് വരുന്നവർക്കും അതുപോലെ തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ഫുഡ് ഫ്രീ ആണ്. സോയാബീൻ കറി അതുപോലെ തന്നെ നെല്ലിക്ക അച്ചാറും പയറുതോരനും മോരുകറി ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് പിന്നെയും തിരിച്ച് കയറി വന്നു. അങ്ങനെ പഴയതുപോലെ തന്നെ പിന്നെയും വലിച്ചിളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വലിച്ചിളക്കി പഴയത് മാറാനുള്ളത് മൊത്തം ഇളക്കി മാറ്റിയിട്ട് വേണം പുതിയത് കൊണ്ടുവരാൻ.